أقسمت بالقمر منشق إن له من قلبه نسبة مبرورة القسم مولاي سل البصر دائما أبدا على حبيبك خير الخلق كلهم. ഷാമിൽ നിന്ന് തോർ മനുഷ്യ പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മക്കത്തേക്ക് ഇങ്ങനെ കടന്നുകൊണ്ട് ഇങ്ങനെ വലിയ മുതലാളിയായ മനുഷ്യ ഷാം പ്രദേശം ഇപ്പോഴത്തെ സിറിയ ആ പ്രദേശത്ത് ഒരു വലിയ മുതലാളി അയാൾ മക്കത്തേക്ക് കൊണ്ട് കടന്നു. മക്കത്തേക്ക് വരുമ്പോൾ 12 ആൾമാരെ കൂടെ ഇവിടെ ബണ്ടായി വന്നപ്പം വലിയ മുതലാളി വരുമ്പോൾ സ്വീകരിക്കുമ്പോൾ ഒരായത്തങ്ങ വേണ്ടതില്ല. വലിയ ഒരായത്ത പൊങ്ങന്മാർ വേണ്ട. അങ്ങനെ അബൂജഹൽ എന്താക്കുന്നത് അയാളെ പോയിട്ട് സ്വീകരിക്കുന്നത്. അബൂജഹൽ അയാളെ പോയിട്ട് സ്വീകരിക്കുന്നത്. കൈ കൊടുക്കുന്നു, ദൈവമായിട്ട് ഭയങ്കര വലിയ സ്ഥാനമുള്ള കൊടുക്കുന്നു. ആ സമയത്ത് ആ ബന്ധ മനുഷ്യ കേക്കട് നിങ്ങളുടെ രായത്തിൽ ഒരു മുഹമ്മദ് ചെന്ന പ്രവാദിവാദി ഉണ്ടോ? അപ്പൊ അബൂജഹൽ ചൊല്ലു യെസ്, ഞങ്ങളുടെ രായത്തില് മുഹമ്മദ് എന്ന പ്രവാദിവാദി ഉണ്ട്. അപ്പൊ അയാളെ കുറിച്ചിട്ട് എന്തിനു നിങ്ങളുടെ ധാരണ? അപ്പൊ അബൂജഹൽ ചൊല്ലു 40 വയസ്സോൾ സറിയിക്കും നല്ല അമീനായിട്ട് എല്ലാ മനുഷ്യന്മാരിലും വേണ്ട ആൾ. പക്ഷേ 40 വയസ്സിൽ പിന്നെ ഞങ്ങളെ ലാത്ത, ഞങ്ങളെ ഉസ്സ, ഞങ്ങളെ മനാത്ത ഈ ദൈവങ്ങളെല്ലാം അയാൾ വിരോധിച്ചുകൊണ്ടുണ്ടു. ആ കാരണത്താൽ ഞങ്ങൾ അയാളെ ബഹിഷ്കരിച്ചോ. വേറെ സ്വഭാവമല്ല ഞങ്ങളെ സ്വഭാവം ടോപ്പ് ഇവിടെ ഉള്ള എല്ലാരേക്കാളും ഉത്തമമായ സ്വഭാവമല്ലേ കുടുംബം. എങ്ങനെ കുടുംബം നല്ല കുടുംബം. ഇതെല്ലാം കേട്ടിട്ട് ഈ ഷാമിൽ നിന്ന് വന്ന മുതലാളി എന്താക്കരുത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടത്തിൽ വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. വന്നതായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്. ബാക്കിൽ മുത്തുനബിയുടെ പെഞ്ഞയായ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം പരിപരം കൈ കൊടുക്കുന്നു. എന്നിട്ട് ഗുരുത്തല്ല ചൊല്ലു. പിന്നെ ചൊല്ലു, നിങ്ങ റസൂലായെങ്കിൽ വലിയൊരു കാര്യം ചൊല്ലു. നിങ്ങൾ റസൂലായെങ്കിൽ നിങ്ങളൊരു മോചിതത്ത് കാട്ടണം, നിങ്ങളൊരു അടയാളം കാട്ടണം. റസൂലറെ ഒരു മോചിതത്ത് കാട്ടണം. അങ്ങനെ കാട്ടിയെങ്കിൽ ഞാൻ നിങ്ങൾ ചൊന്നതുപോലെ ഇസ്ലാം സ്വീകരിക്കുക എന്ന് ചൊന്നപ്പ ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കരുത് എന്തിനാണ് മോചിതത്ത് വേണ്ടത്? ആ ബന്ധ മനുഷ്യ ചൊല്ലു ശരിയ മോചിതത്തല്ല. ആ ബന്ധ മനുഷ്യ ചൊല്ലു ഇപ്പൊ പകലല്ലേ, അത് പോൽ സമയ, ഇപ്പ പകൽ സമയ. ഈ പകലുള്ളതായ സൂര്യൻ അസ്തമിക്കുന്നു, സൂര്യൻ പോന്നു, ചിന്നാവനൂടെ ചന്ദ്രൻ തിരിച്ചു വരണം. ആ ചന്ദ്രനെ നിങ്ങൾ 2 പൂലാക്കണോ, 2 പീസാക്കണോ? എനിക്ക് സാമർത്ഥ്യം ഉണ്ടാ? അങ്ങനത്തെ മൂച്ചത്ത് കടവ് തരണം എനിക്ക്. എന്ന് മാത്രമല്ല ഒരു കണ്ടീഷനും കൂടിയുണ്ട്. നിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നീ തുറന്നു ചൊല്ലണോ. നിന്റെ ഹൃദയത്തിൽ നാ ചിന്തിച്ചുകൊണ്ടുള്ളത്, നിന്റെ ഹൃദയത്തിൽ നാ ബേജാറുള്ളതായ ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിനൊക്കെ നിങ്ങൾ ചൊന്നോ. ചൊന്നയെന്ന് കണ്ടാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. ഇത് കേട്ടതായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബീ ഖുബൈസ് എന്നുള്ള കുട്ടിക്ക് പത്ര എന്നിട്ട് അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇലാഹായ റബ്ബുറമുന്നൽ കൈ ഉയർത്തി ദുആ ചെയ്യുക. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിവണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട കാര്യങ്ങൾ കേൾക്കുക. എന്നിട്ട് വീണ്ടും ചൊല്ലുക, ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല സഖറ അശംസ വൽ ഖമറ വൽ ലൈല വൻ നഹാർ. നബിയേ, പകൽ സമയത്തെയും ജാവു സമയത്തെയും സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു തആല നിങ്ങളെ നിയന്ത്രണത്തിൽ തന്ന നബിയേ എന്ന് ചൊല്ലുകയും ആ മാത്രമല്ല ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുക, നബിയേ ആ മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യം എന്ത് വെച്ചെങ്കിൽ ആ മനുഷ്യൻ ഒരു പെണ്ണുകിടാവുള്ളാല് ഒരു പെണ്ണുകുഞ്ഞുണ്ട്. ആ പെണ്ണുകുഞ്ഞിന്റെ കാലുകും കൈകും ബലയില്ലാണ്ട് അശല്ലായ ഒരു പെണ്ണുകിടാവുണ്ടോ. ആ പെണ്ണുകിടാവ് പേരിൽ മനുഷ്യ ഭയങ്കര ദുഃഖത്തിലുണ്ട്. ആ പെണ്ണുകിടാവിടെ കൈകും കാലുകും ഈ സമയത്ത് അല്ലാഹു തആല ബലം കൊടുത്തു നബിയേ. എന്ന് മാത്രമല്ല പെണ്ണുകിടാവ് ഈ സമയത്ത് പരിശുദ്ധമായ ഇസ്ലാം ദീൻ സ്വീകരിച്ചത് നബിയേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് ഒന്ന് കൈ ഉയർത്തുക. സൂര്യൻ പോന്നു,
ജാവാവറു ഇരുട്ടാവറു ചിന്നാവറു പകൽ സമയമേ ചിന്നായി പോണ്ടു എന്ന് മാത്രമല്ല പിന്നെ പണ്ട് പ്രശോഭിതനായ ചന്ദ്രൻ നല്ല തിളങ്ങി നിൽക്കുന്നതായ ചന്ദ്രൻ പണ്ട് മുസ്ലിം തങ്ങൾ തന്റെ കൈപേരിലെ ഒന്ന് ആകാശത്തേക്ക് ഉയർത്തര് ഇങ്ങനെ ചന്ദ്രൻ 2 പൈസാവറു കണ്ട് ഓപ്പൺ കറാമത്ത് ഓപ്പൺ മോയിസത്ത് 2 പൈസാവറു 1 2 ഈ 2 പീസും ഭൂമിയുടെ ഭാഗത്തേക്ക് ഭൂമി പോലെ കാണ്ട് ഇത് കണ്ടതായ സമയത്ത് ആ വന്നതായ മുതലാളിയായ ഷാമിലുള്ള മുതലാളിക്ക് അത്ഭുതമേറിയതായ സംഭവം കണ്ടപ്പോ അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ട് അയാൾ മനസ്സിലെ ചൊല്ലു ഖണ്ഡിതമായിട്ടും ഇത് നബിയെ എത്തിക്കട ഖണ്ഡിതമായിട്ടും ഇത് റസൂൽ എത്തിക്കട പിന്നെ ചൊല്ലു എന്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ ചൊല്ലണോ അത് ചൊന്നാരെന്ന് കണ്ടെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കര ഇത് ചൊന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്ത് ചെന്നെങ്കിൽ നിനക്കൊരു അശല്ലായ ഒരു പെണ്ണുണ്ടല്ലേ ആ പെണ്ണിക്ക് കാലുക്ക് ബലയില്ലല്ലേ കൈക്ക് ബലയില്ലല്ലേ തടിക്ക് ബലയില്ലാത്ത പെണ്ണല്ലേ അല്ലേ ഒക്കൂ ആ പെണ്ണിക്ക് അല്ലാഹു തആല ബല കൊടുത്തതു കൈയും ബല കൊടുത്തതു കൈക്ക് കാല് കൊടുത്തു നടക്കുക സാധ്യമുണ്ടോ കൈ കൊണ്ട് പിടിക്കുക സാധ്യമില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത കൊടുക്കുന്നു അത് കൊടുത്തപ്പോ ആ പെണ്ണ് ഷാമിൽ നിന്ന് വന്ന മനുഷ്യ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വന്തം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ട് ഇത് കണ്ടോണ്ട് ആര് അബൂജാലുണ്ട് കൂടെ പകയാ അത് സിഹിർ അത് സിഹിർ മുഹമ്മദ് സിഹിർ അപ്പോൾ നീ അതുകൊണ്ട് വിശ്വസിക്കണ്ട നീ വഞ്ചിതനാവണ്ട നീ വഞ്ചിതനാവണ്ട അത് മുഹമ്മദ് സിഹറേറ്റിക്കട അത്ര കാട്ടിട്ട് പോലും ആരും വിശ്വസിക്കില്ല ഈ അബൂജഹല് കോമ വിശ്വസിക്കില്ല ആ ബന്ധ മനുഷ്യ സീത രായത്തേക്ക് പോണ്ടു ഭയങ്കര ഹാപ്പിയിൽ സന്തോഷത്തിൽ ഇസ്ലാം സ്വീകരിച്ച് രായത്തേക്ക് പോണ്ടു രായത്തേക്ക് പോയിട്ട് ഔത്തുകെത്തിയപ്പോ തന്റെ മോളില് കാണ്ട് അത്ഭുതം മോൾക്ക് കാലിനെടുക്കുക സാധ്യമുണ്ടോ കയ്യിൽ പിടിക്കുക സാധ്യമുണ്ടോ മോള് ചൊല്ലു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മോള് ചൊന്നതായ സമയത്തിൽ ആ ബന്ധ മനുഷ്യ കേക്കട് ആ മുസ്ലിമായിട്ട് ബന്ധ മനുഷ്യ കേക്കട് നിക്കേന ಗೊತ್ತಿಲ್ಲ മോലെ നിക്കേന ഈ വിഷയം ಗೊತ್ತಿಲ್ಲೋ ആ സമയത്ത് ആ മോള് ചൊല്ലു എന്റെ ബാപ്പ ನಾನು ಒರഞ്ഞಪ್ಪ ನನ್ನ ಕಿನಾವಳು ಕಂಡದು ಬಾಪ ನೀ ಇಸ್ಲಾಂ ಸ್ವೀಕರಿಸಿದ ಸಂಭವ ಎಂದು ಮಾತ್ರಮಲ್ಲ ನನ್ನ ಕೈಕಾಲುಗಳಿಗೆ ಬಲ ಗಿಟ್ಟಿಯದಾಯಿತು ಕಂಡದು ಬಾಪ ನಾನು ಇಸ್ಲಾಂ ಸ್ವೀಕರಿಕರು ಅಂತ ನನ್ನ ಕಲ್ಪನೆ ಬಂತು ಬಾಪ ನಾನು ಇಸ್ಲಾಂ ಸ್ವೀಕರಿಸ ಬಾಪ